ഹലോ, എല്ലാവർക്കും എക്സ്ക്ലൂസീവ് ആദ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗൂസ്ബെറീസ് എന്ന പാഠഭാഗമാണ്. ഇതിൽ ഞാൻ ഈച്ച് ആൻഡ് എവറി ലൈൻ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം ഞാൻ ചേച്ചി എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗൂസ്ബെറീസ് എന്ന പാഠമാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല, കാരണം എനിക്ക് ആദ്യം ഒന്നും തോന്നിയില്ല. പക്ഷേ ഞാനിത് 2-3 വട്ടം വായിക്കുമ്പോൾ ഇതിങ്ങനെ എൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ നോക്കി. ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ ആ ഒരു കാര്യം എൻ്റെ മനസ്സിലെ ചിത്രമായിട്ട് കൊണ്ടുവരാൻ നോക്കി. അപ്പോൾ എനിക്ക് ഈ പാഠം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠം നല്ല ഈസി ആയിട്ട് തോന്നും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും മടിക്കേണ്ട, കമൻറ്റിലൂടെ അറിയിക്കുക. ചേച്ചി എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഗൂസ്ബെറീസ്. അപ്പോൾ ഫസ്റ്റത്തെ സെൻറ്റൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. കണ്ടോ, വാട്ട് പർപ്പസ് ഡസ് ദ ഫസ്റ്റ് സെൻറ്റൻസ് സെർവ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയതുകൊണ്ട് ഞാൻ ആ ഒരു ലൈൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞുതരാം. From early morning, the sky had been overcast with the clouds. The day was still cool and wearisome. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ദിവസത്തെ രാവിലെ സമയമൊക്കെ ആയപ്പോൾ ആകാശം മൊത്തം നമ്മുടെ മേഘം കൊണ്ട് കവർ ചെയ്തേക്കായിരുന്നു. The day was still cool and wearisome. ആ ദിവസം നല്ല ശാന്തമായതും നല്ല കൂളായിട്ടുള്ളതും നല്ല ദിവസമായിരുന്നു. വിയർസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്ഷീണമൊക്കെ തോന്നും, ഒരു അലസതയൊക്കെ തോന്നണ ഒരു സമയം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അത്. ആസ് യൂഷ്വൽ. അപ്പോൾ ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. As usual on grey dull days when the clouds hang low over the field and it looks like rain which never comes. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ആകാശത്ത് നോക്കി കഴിഞ്ഞാൽ നിറയെ മേഘങ്ങളൊക്കെ നിൽക്കും. ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ നിന്നിട്ട് നമുക്ക് തോന്നും ഇപ്പം മഴ പെയ്യും, ആകെ ഇരുട്ടൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം മഴ പെയ്യും, പക്ഷെ മഴ പെയ്യില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇവാൻവിഷ്. അപ്പോൾ ഇതിൽ വരുന്ന വേർഡ്സ്, ഇതിൽ വരുന്ന നെയിംസൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നില്ല. സോ ഇതിൽ ഞാൻ പഠിക്കേണ്ട നെയിംസ് മാത്രം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കഥേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കഥേൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു കഥ വരുന്നുണ്ട്. അതാണ് ഈ ഒരു കഥയുടെ പ്രത്യേകത. പിന്നെ ഈ കഥയിൽ ഇവാൻവിഷ്, അതാണ് ഈ കഥയിലത്തെ നായകൻ്റെ പേര്, ഇവാൻവിഷ്. നമുക്ക് ആ സെൻറ്റൻസ് വായിക്കാം. ഇവാൻവിഷ്, ദ വെറ്ററിനറി സർജൻ ആൻഡ് ദ ബോർക്കിംഗ്, ദ സ്കൂൾ മാസ്റ്റർ വർ ടയേർഡ് ഓഫ് വാക്കിംഗ് ആൻഡ് ദ ഫീൽഡ് സീംഡ് എൻലെസ് ടു ദം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവാൻവിച്ചും അതുപോലെ തന്നെ ബോർക്കിങ്ങും അവിടെ കണ്ടു രണ്ടുപേര്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പാടത്തിൽ കൂടെ നടക്കായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ആകെ വയ്യാണ്ടേ. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കും, ഇതിനൊരു അവസാനമല്ലേ. അപ്പോൾ ആ സെൻറ്റൻസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വിട്ടു, സോറി. ഇവാൻവിച്ച് ദ വെറ്ററിനറി സർജൻ. അപ്പോൾ ഇവാൻവിച്ച് ആരായിരുന്നു? ഒരു മൃഗ ഡോക്ടറായിരുന്നു. ബോർക്കിംഗ് ആരായിരുന്നു? ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു. ഒരു ടയേർഡ് ഓഫ് വർക്കിംഗ് ആൻഡ് ദ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടം സീംഡ് എൻലെസ് ടു ദം. അവർക്ക് തോന്നി ഇതിനൊരു അവസാനമല്ലേ, ഈ ഒരു പാടത്തിനൊരു അവസാനമല്ലേ, ഈ ഒരു പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിന് അതിനൊരു അവസാനമില്ലേ എന്ന് അവർക്ക് ഇങ്ങനെ തോന്നാം. ഫാർ അഹെഡ് ദേ കുഡ് ജസ്റ്റ് സീ ദ വിൻഡ് മിൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് മിറോസ്കി. അപ്പോൾ തൊട്ടടുത്തുള്ള വില്ലേജിലത്തെ വിൻഡ് മില്ല് അവർക്ക് കാണാൻ സാധിച്ചു ഇവിടെ നിന്ന് നോക്കിയപ്പോൾ. ഇൻ ദ കാം വെദർ വെൻ ഓൾ നേച്ചർ സീംഡ് ജെന്റിൽ ആൻഡ് മെലോൻകോളിക്, ഇവാൻവിച്ച് ആൻഡ് ബോർക്കിംഗ് were filled with love for the field and though how grand and beautiful the country was. അപ്പോൾ ഇവാൻവിച്ചും ബോർക്കിങ്ങും ആ പാടത്തിൽ കൂടെ നടക്കുമ്പോൾ അവർ പെട്ടെന്ന് രണ്ടുപേരും നിന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. ഇൻ ദ കാം വെദർ, നല്ല കാമായിട്ടുള്ള നല്ല ശാന്തമായിട്ടുള്ള ഒരു വെതറിൽ, വെൻ ഓൾ നേച്ചർ സീംഡ് ജെന്റിൽ, എല്ലാം വളരെ ജെന്റിലായിട്ട് നടക്കാം എന്ന് വെച്ചാൽ കുഞ്ഞു കാറ്റും. ആൻഡ് മെലോൻകോളിക്. അപ്പോൾ മെലോൻകോളിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിഷമമേറിയത്. ഇവാൻവിച്ച് ആൻഡ് ബോർക്കിംഗ് were filled with love for the field. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഈ പാടം വളരെ ഇഷ്ടമായി. ആൻഡ് തോ ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. അവരിങ്ങനെ വിചാരിക്കുക എത്ര ഭംഗിയേറിയ സ്ഥലമാണത്. ലാസ്റ്റ് ടൈം വെൻ വി സ്റ്റോപ്ഡ് ഇൻ പ്രൊക്കോഫീസ് ഷെഡ് സെയ്ഡ് ബോർക്കിംഗ് യു വർ ഗോയിങ് ടു ടെൽ മീ എ സ്റ്റോറി. അപ്പം നമ്മുടെ ബോർക്കിംഗ് പറയാണ്, ആ പ്രൊഫോസ്കീൻ്റെ ആ വഴി അവിടേക്ക് എത്തിയപ്പോൾ നീ എൻ്റെ അടുത്ത് എന്താണ്ട് പറയാൻ വന്നില്ല, അതെന്താടാ ഇവാൻവിച്ചേ എന്ന് ചോദിക്കുകയാണ്. യെസ്, ഐ വോണ്ടഡ് ടു ടെൽ യു അബൌട്ട് മൈ
about my brother. ശരിയാണ്, ഞാൻ എൻ്റെ അനിയനെ കുറിച്ചിട്ട് പറയാനായിരുന്നു വന്നത്. Ivan Ivanovich took a deep breath and lighted his pipe before beginning his story, but just then the rain began to fall. അപ്പോൾ ഇവാൻ വെച്ച് കഥ പറയാൻ വേണ്ടി തുടങ്ങായിരുന്നു. എന്നിട്ടൊക്കെ ഒരു സിഗരറ്റൊക്കെ എടുത്ത് കത്തിക്കാൻ നിൽക്കുമ്പോഴേക്കും മഴ പെയ്തു. ആൻഡ് ഇൻ അബൌട്ട് 5 minutes it came pelting down and showed no signs of stopping. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ്, മഴേൻ്റെ ശക്തി കൂടി. അതാണ് പെൽറ്റിംഗ് ഡൗൺ എന്ന് പറയുന്നത്. ആൻഡ് ഷോവ്ഡ് നോ സൈൻ ഓഫ് സ്റ്റോപ്പിംഗ് എന്ന് വെച്ചാൽ ഇതിനെ ഒരു നിർത്താനുള്ളൊരു ഇത് അവരുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ ഇപ്പോഴൊന്നും നിൽക്കില്ലായിരുന്നു. വി ഓൺ ടു ടേക്ക് ഷെൽട്ടർ സെയ്ഡ് ബോക്കിംഗ്, ലെറ്റ് us go to the Alicoins, it is close by. Let us go to Alicoins, it is close by. അപ്പോൾ നമ്മുടെ ബോർക്കിംഗ് പറയാണ്, നമുക്ക് ഒരു സ്ഥലം വേണ്ടേ, താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ, നമുക്ക് അലിക്കോയിൻസിൻ്റെ അടുത്തേക്ക് പോവാം. അലിക്കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടാണ് അലിക്കോയിൻ. ഈ ഒരു നെയിമും ഇമ്പോർട്ടൻ്റ് ആണ്, അലിക്കോയിൻ. അപ്പം നമ്മൾ പഠിച്ച 3 പേര് ഇതൊക്കെയായിരുന്നു: ഇവാൻ ഇവാനോവിച്ച്, ബോർക്കിംഗ്, അലിക്കോയിൻ. ഓക്കെ, very well. They took a shortcut over a stumble field until they came to the road. Soon they came to a wide road with a mill and a white bathing shed. It was Sofino where Alicoin lived. അപ്പോൾ അവർ ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ട് ആ സ്റ്റപ്പിൾ ഫീൽഡ് എന്ന് വെച്ചാൽ കൊയ്ത്ത് കഴിഞ്ഞ പാടം, ആ വഴി കൂടെ ഒക്കെ അവർ ഷോർട്ട് കട്ട് എടുത്ത് അവസാനം അവർ റോട്ടിക്ക് എത്തിയപ്പോൾ അവർ കാണുന്നത് ഒരു വലിയ റോഡും അവിടെ ഒരു മില്ലും കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വൈറ്റ് ബാത്തിങ് ഷെഡും കാണുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് എന്താണ്? സൊഫീനോ. അവിടെയാണ് നമ്മുടെ അലിക്കോയിൻ താമസിക്കുന്നത്. ദ മിൽ വാസ് വർക്കിംഗ്, ഡ്രൗണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ. ഇറ്റ് വാസ് വെറ്റ്, മഡി ആൻഡ് അൺപ്ലസൻറ്റ്, ആൻഡ് ഇവാനോവിച്ച് ആൻഡ് ബോർക്കിംഗ് ഫെൽറ്റ് വെറ്റ് ആൻഡ് അൺകംഫർട്ടബിൾ toe and toe. Their feet were tired with walking in the mud. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഒരു മില്ലിൻ്റെ കാര്യം പറഞ്ഞു, ആ മില്ല് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മഴേൻ്റെയും കാട്ടും കൂടുതൽ ശബ്ദം ഈ മില്ലിൻ്റെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതാണ് ഡ്രൗണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ മഴയൊക്കെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇറ്റ് വാസ് വെറ്റ്, നല്ല നനഞ്ഞുണ്ടായിരുന്നു. മഡി, മേത്തൊക്കെ ആകെ മണ്ണുണ്ടായിരുന്നു. പിന്നെ അൺപ്ലസൻ്റ്, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇവാനോവിച്ച് ആൻഡ് ബോർക്കിംഗ് ഫെൽറ്റ് വെറ്റ് ആൻഡ് അൺകംഫർട്ടബിൾ toe and toe. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും ആകെ മൊത്തം നനഞ്ഞിട്ടും അതേപോലെ തന്നെ ഒരു കംഫർട്ടബിൾ തോന്നില്ല. അതുപോലെ തന്നെ ത്രൂ ആൻഡ് ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ആകെ നനഞ്ഞിട്ട് അവർക്കൊരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല. ദെയർ ഫീറ്റ് വേർ ടയേർഡ് വിത്ത് വാക്കിംഗ് ഇൻ ദ മഡ്. അതുകൂടാതെ അവരുടെ കാല് മൊത്തം അവർക്ക് ആകെ കാലുകൊണ്ട് നടക്കാനൊന്നും അവർക്ക് കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. കാരണം അവർ ഈ വഴിയൊക്കെ ചെളി കൂടെ നടന്നു വന്നതല്ലേ എന്ന് പറയാണ്. In one of the barns, a winnowing machine was working, sending out clouds of dust. On the threshold stood Alicoin himself, a man of അവിടെ വെച്ച് നിർത്താം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വിനോയിങ് മെഷീൻ, അവിടെ ഒരു ബാരൻസിൽ ഒരു വിനോയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. ബാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തായം എന്ന് പറയും. നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂമിനെയാണ് പത്തായം എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് വിനോയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഈ ഡസ്റ്റ് പോകുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ അവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ അലിക്കോയിൻ അവിടെ നിൽക്കുന്നുണ്ട് എന്ന്, എവിടെ? ത്രെഷോൾഡിൽ, ആ ഉമ്മർത്ത് വന്ന് നമ്മുടെ അലിക്കോയിൻ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയുള്ള ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവിടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. എ മാൻ ഓഫ് അബൌട്ട് 14, ആൾക്ക് 40 വയസ്സുണ്ട്. നല്ല നീളമുണ്ട്, ടോൾ ആൻഡ് സ്റ്റൗട്ട്, പക്ഷെ തടിയപ്പനാണ്. വിത്ത് ലോങ് ഹെയർ, നല്ല നീട്ടുള്ള ഹെയറാണ്. മോർ ലൈക്ക് എ പ്രൊഫസർ, കണ്ടാൽ ഒരു പ്രൊഫസറിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഒരു പെയിൻറ്ററിനെ പോലെയൊക്കെ തോന്നും. പക്ഷെ ആള് കൃഷിക്കാരൻ്റെ പോലെ തോന്നില്ല, പക്ഷെ പ്രൊഫസറിനെ പോലെ പെയിൻറ്ററിനെ പോലെയൊക്കെ കണ്ടാൽ തോന്നും. ഹി വാസ് വിയറിങ് എ ഗ്രിമ്മി വൈറ്റ് ഷർട്ട് ആൻഡ് എ റോപ്പ് ബെൽറ്റ്. അപ്പോൾ ആൾ ധരിക്കുന്നുണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു ഗ്രിമ്മി ആയിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ടാണ്. ഗ്രിമ്മി എന്ന് വെച്ചാൽ ചെളിയൊക്കെ പുരണ്ടിട്ടുള്ള നല്ല ആകെ ഡേർട്ടി ആയിട്ടുള്ള ഒരു വെള്ള കളർ ഷർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കയറോട് വയർ കെട്ടിയിട്ടുണ്ട്. ആൻഡ് പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്, അപ്പോൾ ട്രൗസേഴ്സിന് പകരം പാൻ്റ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിസ് ബൂട്ട്സ് were covered with mud and straw. അപ്പോൾ ആളുടെ ബൂട്ട്സിൽ മൊത്തം ചെളിയും വൈക്കോലും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. His nose and eyes were black with dust. He recognized Ivan Ivanovich and was apparently very pleased. അപ്പോൾ അവൻ്റെ നോസ് കണ്ടാൽ, അവൻ്റെ നോസിലും കണ്ണിൻ്റെ അടിയിലും ഒക്കെ കറുപ്പ് കളറായിരുന്നു. കാരണം എന്താണ്, അവൻ്റെ മേലൊക്കെ ആകെ ചെളി പുരണ്ടിട്ട് അവൻ്റെ മേലൊക്കെ കറുത്തിരിക്കുകയായിരുന്നു.
എന്നിട്ട് ഇവാൻ വിച്ചിനെ കണ്ടപ്പോൾ നമ്മുടെ അലിക്കോയിന് മനസ്സിലായി. അലിക്കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ ആൾ തടിച്ചതാണ്, നല്ല നീളമുണ്ടെന്ന്. ആളുടെ പേരാണ് അലിക്കോയിൻ. ഇനി എന്താണ്, പ്ലീസ് ജെന്റിൽമാൻ ഹീ സെയ്ഡ് ഗോ ടു ദ ഹൗസ് ഐ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. അപ്പോൾ നമ്മുടെ ആരോട് പറയണം, ഇവാൻ വെച്ചിനോടും ബോർക്കിങ്ങിനോട് പറയാം, നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ, ഞാൻ ഇപ്പോൾ വരാം, ഒരു മിനിറ്റ്. The house was large and two-storied. Alikoin lived downstairs in two vaulted rooms with little windows. Ivan Ivanovich and Borking were received by a chambermaid. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന വീട്, ആര്, നമ്മുടെ അലിക്കോയിൻ്റെ വീട് വളരെ വലിയ വീടായിരുന്നു. അത് 2 നില വീടായിരുന്നു. അലിക്കോയിന് അടിയത്തെ നിലയിലാണ് താമസിക്കുക. അവിടുത്തെ 2 വോൾട്ടഡ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു റൂമായിരുന്നു. അവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കുഞ്ഞു കുഞ്ഞു ജനാലകളുണ്ട്. പിന്നെ ഇവാൻവിച്ചും ബോർക്കിങ്ങും ആ വീട്ടിലേക്ക് പോയപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊരു ചാമ്പർമെയ്ഡ് ഉണ്ടായിരുന്നു. ചാമ്പർമെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേലക്കാരി. You cannot imagine how glad I am to see you, gentleman, said Alikoin coming after them into the hall. അപ്പോൾ നമ്മുടെ അലിക്കോയിൻ പറഞ്ഞു അല്ലേ, നിങ്ങൾ വീട്ടിൽ പോകാൻ ഞാനിപ്പോൾ വരാമെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിൽ കയറിയ അടുത്ത മിനിറ്റ് തന്നെ അലിക്കോയിൻ കയറി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വന്നതിന് എനിക്ക് എന്തൊരു സന്തോഷമുണ്ട്, നിങ്ങൾ വിചാരിക്കണേക്കാട്ട് സന്തോഷം എനിക്കുണ്ട്. നമ്മളിങ്ങനെ പറയില്ലേ, നിങ്ങൾ വന്നതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അലിക്കോയിൻ പറയും, ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ എന്നൊക്കെ ഓർക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വല്ലവരും വരുമ്പോൾ പറയില്ല, എന്നൊക്കെ ഓർമ്മയുണ്ടാ, അതുപോലെ തന്നെ അലിക്കോയിൻ ഇങ്ങനെ പറയാം. Pelungio, he said to the maid, give my friends a change of clothes and I will change too, but I must have a bath. I haven't had one since the spring. Would you like to come to the bathing shed? And meanwhile, our things will be get ready. അപ്പോൾ എന്താണ്, പെലിങ്കായ, അത് നിങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട. നമ്മുടെ ജോലിക്കാരനെ വിളിച്ചിട്ട് പറയാണ്, ഇവർക്ക് മാറാനുള്ള ഡ്രസ്സ് കൊടുക്ക്, എന്നിട്ട് ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. നമ്മുടെ അലിക്കോയും പറയാൻ, ജോലിക്കാരി ഇവർക്കുള്ള ഡ്രസ്സുകളൊക്കെ കൊടുത്താൽ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ഞാൻ സ്പ്രിങ്ങിൽ കുളിച്ചതാണ്, എന്ന് വെച്ചാൽ സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസന്തകാലത്ത് കുളിച്ചതാണ്. ഇത് കുറേ ദിവസമായി കുളിച്ചിട്ട്, ഒന്ന് പോയി കുളിക്കണം. അപ്പോൾ നമ്മുടെ അലിക്കൻ ക്ഷണിക്കുകയാണ് ഇവർ രണ്ടുപേരും, നിങ്ങൾ വരുന്നുണ്ടോ കുളിക്കാൻ? എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ കുളിച്ച് വരുമ്പോഴേക്കും ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഏകദേശം റെഡി ആയിരിക്കും, അങ്ങനെയൊക്കെ പറയാം. Alikoin led his guest to the bathing shed. Yes, he said, it is a long time since I had a bath. അപ്പോൾ അലിക്കോയിൻ അവർ രണ്ടുപേരെയും അവിടുത്തെ ബാത്തിങ് ഷെഡിലേക്ക് കൊണ്ടുപോയി, എന്ന് വെച്ചാൽ കുളിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അലിക്കോയിൻ പറയാം, ശരിയാ, ഞാൻ എത്ര നാളായി കുളിച്ചിട്ട്, ഇങ്ങനെ സ്വന്തം പറയാം. മൈ ബാത്തിങ് ഷെഡ് ഇസ് ഓൾ റൈറ്റ് ആസ് യു സീ. അപ്പോൾ ഇങ്ങനെ അവരോട് പറയാം, കണ്ട പുതിയതുപോലെ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത സാധനമല്ല, പുതിയതുപോലെ, നമ്മുടെ ഇപ്പോഴത്തൊക്കെ ബുക്ക് പുതിയതുപോലെ ഇരിക്കണം, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു ബാത്തിങ് ഷെഡ്. മൈ ഫാദർ ആൻഡ് ഐ പുട്ട് ഇറ്റ് അപ്പ് ബട്ട് സം ഹൗ ഐ ഹാവ് നോ ടൈം ടു ബാത്ത്. അപ്പോൾ നമ്മുടെ അലിക്കോയും പറയുന്നുണ്ട്, എന്ത്, ഞാനും എൻ്റെ അച്ഛനും കൂടി ഉണ്ടാക്കിയ ബാത്റൂമാണ്, പക്ഷേ എനിക്ക് ഇതുവരെ അതിൽ കുളിക്കാൻ സമയം കിട്ടിയില്ല. He sat down on the step and lathered his long hair and neck and the water round him became brown. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ സ്റ്റെപ്പും ഇരുന്നിട്ട് സോപ്പൊക്കെ തേക്കാൻ തുടങ്ങി. ലാത്തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലത്തെ മുടിയൊക്കെ പതപ്പിച്ച് കഴുത്തൊക്കെ നന്നായി ഉരച്ച് കുളിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ അലിയോക്കിൻ്റെ കുളിക്കണതിൻ്റെ അടുത്തുള്ള വെള്ളം ബ്രൗൺ കളറായി, കാരണം നമുക്കറിയാം ചെളിയൊക്കെ പോയിട്ടേ അങ്ങനത്തെ ഒരു കളറായി. Ivanovich came out of the shed, plunged into the water with a splash and swam about in the rain. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവാൻവിച്ച് ബാത്തിങ് ഷെഡിലേക്ക് വന്നിട്ട് ഒരൊറ്റ ചാട്ടം ചാടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ചാടുമ്പോൾ എന്നുള്ള ശബ്ദം നിൽക്കില്ലേ, ആ ശബ്ദമൊക്കെ കേട്ടി. എന്നിട്ട് ആൻഡ് സ്വാം അബൌട്ട് ഇൻ ദ റെയിൻ. അപ്പോൾ മഴയത്ത് ആ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് നീന്താം. പിന്നെ എന്തായിരുന്നു, ഓക്കെ, ഫ്ലാപ്പിംഗ് ഹിസ് ആംസ് ആൻഡ് സെൻഡിങ് ബാക്ക് വീൽസ്. അല്ലേ, നീന്തണ രീതി എല്ലാവർക്കും അറിയാലോ, നമ്മൾ കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട് അടിച്ചിട്ട് ബാക്കിലോട്ട് വെള്ളം അങ്ങനെ പോവും. അപ്പോൾ അങ്ങനെയൊക്കെ നീന്താണ്. ഹി സ്വാം ഔട്ട് ടു ദ മിഡിൽ ഓഫ് ദ പൂൾ ആൻഡ് ഡൈവ്ഡ് ട്രൈങ് ടു റീച്ച് ദ ബോട്ടം. അപ്പോൾ ഇങ്ങനെ നീന്തി ആ കുളത്തിൻ്റെ നടുവിലെത്തി. പിന്നെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി, ഏറ്റവും അടിക്ക് തൊടാനൊക്കെ പോയി. ഹൗ ഡെലീഷ്യസ് ഹി ഷൗട്ടഡ് ഇൻ ഹിസ് ഗ്ലീ. എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ പറയാം, ഹായ് എന്ത് മനോഹരം.
ഹൗ ഡെലീഷ്യസ് അങ്ങനെ പറയാം. ബോർക്കിംഗ് ആൻഡ് അലുക്കീൻ വർ ഓൾറെഡി ഡ്രസ്ഡ് ആൻഡ് റെഡി ടു ഗോ. അപ്പോൾ ബോർക്കിങ്ങും അലിക്കോയിനൊക്കെ അവരുടെ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പോവാറായി. ബട്ട് നമ്മുടെ ഇവാൻ വെച്ച് ഇപ്പോഴും അവിടെ നീന്തിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഡെലീഷ്യസ് ഹി സെഡ്, ടു ഡെലീഷ്യസ്, എന്തൊരു മനോഹരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. യു ഹാവ് ഹാഡ് ഇനഫ് ഷൗട്ടഡ് ബോർക്കിംഗ്. അപ്പോൾ ബോർക്കിംഗ് പറയൂ, മതി ഇത് കുറേയായി, മതി വന്നേ അങ്ങനെ പറയാം. They went to the house, and only when the lamp was lit in the large drawing room upstairs, and Borking and Ivan Ivanovich, dressed in silk dressing gowns and warm slippers, lounged in chairs, and Alyoshin himself washed and brushed in a new frock coat, paced up and down. Did Ivan Ivanovich begin his story? They went to the house എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും മറ്റേ ബാത്തിങ് ഷെഡിൽ നിന്ന് അവർ വീട്ടിലോട്ട് എത്തി. ആൻഡ് ഓൺലി വെൻ ദ ലാമ്പ് വാസ് ലിറ്റ് ഇൻ ദ ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റെയർസ്, ആൻഡ് ബോർക്കിംഗ് ആൻഡ് ഇവാൻവിച്ച് ഡ്രസ്ഡ് ഇൻ സിൽക്ക് ഡ്രസ്സിങ് ഗൗൺസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് വന്നപ്പോൾ ആ ഒരു വലിയ വീട്ടിൽ ഒരു കുഞ്ഞ ലാമ്പ് മാത്രമേ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇവാൻവിച്ചും ബോർക്കിങ്ങും ഡ്രസ്സൊക്കെ മാറി അവർ സിൽക്ക് ഡ്രസ്സിങ് ഗൗൺസ് ഒക്കെയാണ് ഇട്ടത്. എന്നിട്ട് അവർ ചെരുപ്പൊക്കെ ഇട്ടു. പിന്നെ ലൗഞ്ച്ഡ് ഇൻ ചെയേഴ്സ്, എന്നിട്ട് ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ കസാരയിലിരിക്കില്ല, അങ്ങനെ ഇരിക്കുകയായിരുന്നു രണ്ടുപേരും. പക്ഷെ ആ സമയത്തിൻ്റെ ഉള്ളിൽ അലിക്കോയിൻ പോയിട്ട് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു, പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇവാൻവിച്ചിൻ്റെ അടുത്ത് കഥ തുടങ്ങാൻ പറഞ്ഞു. ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കേട്ടോ. വി ആർ ടു ബ്രദേഴ്സ്. അപ്പോൾ കഥ തുടങ്ങാൻ നമ്മുടെ ഇവാൻവിച്ച് കഥ പറയാൻ തുടങ്ങി. വി ആർ ടു ബ്രദേഴ്സ് ഹി ബിഗാൻ. Ivan Ivanovich and Nikolai Ivanich. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ബ്രദേഴ്സാണ്, ഞങ്ങൾ രണ്ട് സഹോദരന്മാരാണ്. ഒരെണ്ണം ഞാൻ, പിന്നെ മറ്റേത് നിക്കോളായ് ഇവാനിച്ച്. ആ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും 2 വയസ്സ് വ്യത്യാസമുള്ളൂ. ഐ വെൻറ്റ് ഇൻ ഫോർ സ്റ്റഡി ആൻഡ് ബിക്കം എ വെറ്ററിനറി സർജൻ വേർ നിക്കോളായ് വാസ് അറ്റ് ദ എക്സിക്യൂർ കോർട്ട് വെൻ ഹി വാസ് 19. അപ്പോൾ നമ്മുടെ ഇവാൻവിച്ച് പഠിച്ചിട്ട് ഒരു മൃഗ ഡോക്ടറായി. നമ്മുടെ നിക്കോളായ് എങ്ങോട്ടാണ് പഠിക്കാൻ പോയത്? എക്സിക്യൂർ കോർട്ടിലോട്ടാണ് പോയത് 19 വയസ്സായപ്പോൾ. അവർ ഫാദർ ടിക്മിഷ ഹിമാലയസ്കി, എന്തുപേരത്, വാസ് എ കാൻറ്റോണിസ്റ്റ്. അപ്പോൾ ഫാദറായിട്ടുള്ള ആ ഒരു പേര്, ആൾ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു, അതാണ് കാൻറ്റോണിസ്റ്റിൻ്റെ അർത്ഥം. ബട്ട് ഹീ ഡൈഡ് വിത്ത് എൻ ഓഫീസേഴ്സ് റാങ്ക് ആൻഡ് ലെഫ്റ്റ് അസ് ഹിസ് ടൈറ്റിൽ ഓഫ് നൊബിലിറ്റി ആൻഡ് എ സ്മോൾ എസ്റ്റേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ല റാങ്കിലൂടെ തന്നെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മരിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയത് എന്തായിരുന്നു? ഒരു എസ്റ്റേറ്റും ഉണ്ടായിരുന്നു, പിന്നെ ഒരു നൊബിലിറ്റീൻ്റെ ടൈറ്റിൽ, നല്ല സ്വഭാവശുദ്ധി എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു ടൈറ്റിലും കൊടുത്തിട്ടാണ് പോയത്. ആര്? അച്ഛൻ. ആഫ്റ്റർ ഹിസ് ഡെത്ത് ദ എസ്റ്റേറ്റ് വെൻ ടു പേ ഹിസ് ഡെത്ത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ എസ്റ്റേറ്റ് കടം വീട്ടാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ പോയി. അപ്പോൾ ഇവരേലും ഒന്നുമില്ല, ഈ 2 സഹോദരന്മാരുടെയിലും. ഹൗവർ വി സ്പെൻഡ് അവർ ചൈൽഡ്ഹുഡ് ദർ ഇൻ ദ കൺട്രി. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ജീവിതം അവിടെ കഴിച്ചു കൂട്ടി. വി വർ ജസ്റ്റ് ലൈക്ക് പെസൻസ് ചിൽഡ്രൻ. ഞങ്ങൾ കർഷകരുടെ മക്കളുടെ പോലെയായിരുന്നു അവിടെ. സ്പെൻഡ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ ഫീൽഡ്. രാവിലെ രാത്രിയൊക്കെ ഞങ്ങൾ പാടത്തായിരുന്നു. ആൻഡ് ദ വുഡ്സ്, അപ്പോൾ മരങ്ങളുടെ ഇടയിലും അവിടെ ഇവിടെയൊക്കെയായിരുന്നു ഞങ്ങൾ. മൈൻഡഡ് ഇൻ ദ ഹോഴ്സസ്, മിഡഡ് ഇൻ ദ ഹോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സസിനൊക്കെ നോക്കിയിട്ട്, കുതിരകളൊക്കെ നോക്കി അങ്ങനെയൊക്കെ ജീവിക്കുമായിരുന്നു. ബാർക്ക്ഡ് ദ ലൈം ട്രീസ് എന്ന് വെച്ചാൽ ലൈം ട്രീസിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മീനൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. ആൻഡ് യു നോ വൺസ് എ മാൻ ഹാസ് വിഷ്ഡ് ഓർ വാച്ച്ഡ് ദ ട്രഷേഴ്സ് ഹോവറിംഗ് ഇൻ ഫ്ലോക്സ് ഓവർ ദ വില്ലേജ് ഇൻ ദ ബ്രൈറ്റ് കൂൾ ഓട്ടം ഡേയ്സ് ഹീ ക്യാൻ നെവർ റിയലി ബി എ ടൗൺസ്മാൻ. അപ്പം നമ്മുടെ ഇവാൻവിച്ച് കഥയത്തെ കാര്യമല്ല, ഇങ്ങനെ നമ്മളോട് പറയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, മീൻ പിടിച്ചിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ കിളികളൊക്കെ പോവില്ലേ, അത് കണ്ടിട്ടുള്ള ആൾ, ഈ നല്ലൊരു പാടത്തിൽ കൂടെ ഒക്കെ നടന്നിട്ടുള്ള ഒരാൾക്ക്, അവിടുത്തെ നേച്ചറൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാൾക്ക് എന്തായാലും ടൗണിൽ പോയി ജീവിക്കാൻ സാധിക്കില്ല. അവർക്ക് ഈ ഒരു ഗ്രാമം അത്ര ഇഷ്ടപ്പെടും. ആൻഡ് ടു ദ ഡേ ഓഫ് ഹിസ് ഡെത്ത് ഹീ വിൽ ബി ഡ്രോൺ ടു ദ കൺട്രി. അപ്പം മരണം വരെ അവർക്ക് ഗ്രാമമായിരിക്കും ഇഷ്ടം. മൈ ബ്രദർ പിങ്ഡ് അവേ ഇൻ ദ എക്സിക്യൂർ. അപ്പോൾ ബ്രദർ, ആ അനിയൻ എക്സിക്യൂറിലായിരുന്നു കുറേ വർഷം. ഇയേഴ്സ് പാസ്റ്റ് ആൻഡ് ഹീ സാറ്റ് ഇൻ ദ സെയിം പ്ലേസ്, wrote out the same documents and thought of one thing, how to get back to the country and to buy a small farm somewhere by the bank of a river or a lake. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ എവിടെയായിരുന്നു? എക്സിക്യൂറിലായിരുന്നു.
അവിടെ ഇരുന്ന് അവിടെ തന്നെയായിരുന്നു, കുറേ വർഷം അവിടെ തന്നെയായിരുന്നു, ചെയ്ത പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ അനിയന് ആ സ്ഥലം ഇഷ്ടമല്ല, അനിയന് ഗ്രാമമാണ് ഇഷ്ടം. അപ്പോൾ അനിയന് എപ്പോഴും അനിയൻ്റെ മൈൻഡിൽ എന്തായിരുന്നു, ഒരു കുഞ്ഞൊരു സ്മോൾ ഫാം ഹൗസ് അവിടെ വാങ്ങണം, ഗ്രാമത്തിൽ വാങ്ങണം, ഒരു നദീൻ്റെ അടുത്തുള്ള ഒരു സ്മോൾ ഫാം ഹൗസ് വാങ്ങണം. അതായിരുന്നു എപ്പോഴും നമ്മുടെ അനിയൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഹി വാസ് എ ഗുഡ് ഫെലോ ആൻഡ് ഐ ലവ്ഡ് ഹിം, ബട്ട് ഐ നെവർ സിമ്പത്തൈസ്ഡ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺ സെൽഫ് അപ്പ് ഓൺ വൺസ് ഓൺ ഫാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാൻ വെച്ച് പറയാം, അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു, എനിക്ക് അവനെ കുറേ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അവനെ സിമ്പത്തൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവനെന്തായിരുന്നു ഇഷ്ടം, ആ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അവന് ആ ഒരു കുഞ്ഞൊരു സ്മോൾ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കാനായിരുന്നു അവനിഷ്ടം. പക്ഷെ നമ്മുടെ ഇവാൻ വെച്ച് അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് എ കോമൺ സെയിങ് ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി 6 feet ഓഫ് ലാൻഡ് ബട്ട് ഷുവർലി എ കോപ്സ് വാണ്ട്സ് ദാറ്റ് നോട്ട് എ മാൻ. അപ്പം നമുക്കറിയാമല്ലേ, ഇങ്ങനെ പറയും, ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു 6 അടി മണ്ണ് മതിയെന്ന്. പക്ഷെ നമുക്കറിയാമല്ലേ, ഒരു മനുഷ്യന് ജീവിക്കാൻ 6 അടി മണ്ണല്ല, ശവങ്ങൾക്കാണ് അത്ര അടി മണ്ണ് വേണ്ടുള്ളൂ. ജീവിക്കുന്ന ആൾക്കാർക്ക് അത്രയൊന്നും പോരാ. ടു ലീവ് ടൗൺ ആൻഡ് ദ സ്ട്രഗിൾ ആൻഡ് ദ സിം ഓഫ് ലൈഫ് ആൻഡ് ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ഇൻ എ ഫാം ഹൗസ് ഇസ് നോട്ട് ലൈഫ്, ഇറ്റ് ഈസ് ഈഗോയിസം, ലേസിനെസ്. അപ്പം ചേട്ടനിങ്ങനെ നമ്മുടെ ഇവാൻ വെച്ച് അനിയനോട് എപ്പോഴും ഇങ്ങനെ പറയും, അപ്പം നമ്മൾ കുറേ കഷ്ടപ്പെടണം, നമുക്ക് കുറേ ജീവിതമുണ്ട്, പിന്നെന്താണ്, നീ ആ ഫാം ഹൗസിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ജീവിച്ച് കളയാണ്ട്, നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ട് നീ ഒന്ന് ആക്റ്റീവ് ആവും എന്നൊക്കെ എപ്പോഴും പറയും നമ്മുടെ ചേട്ടൻ ഇവാൻ വെച്ച്. മൈ ബ്രദർ നിക്കോളായി സിറ്റിംഗ് ഇൻ ഹിസ് ഓഫീസ് വുഡ് ഡ്രീം ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ. അപ്പോൾ ഓഫീസിൽ ഇരുന്നുകൊണ്ട് എന്തൊട്ടാണ് ആലോചിക്കുക നമ്മുടെ അനിയൻ, ഗ്രാമത്തിലിരുന്നിട്ട് അവർ പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചത് ഇങ്ങനെ ആലോചിക്കും. ആൻഡ് ഓഫ് സ്ലീപ്പിംഗ് ഇൻ ദ സൺ, അവരിങ്ങനെ സൂര്യൻ്റെ അടിയിൽ കടന്നുറങ്ങിയത് ഓർമ്മ വരും. And of sitting for hours together on a seat by the gate and gazing at the field and the forest. അപ്പോൾ ചേട്ടനും അനിയനും കൂടിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചത് ഓർമ്മ വരും. ബുക്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ദ ഹിൻസ് ഇൻ അലമൻസസ് were his joy, his favorite spiritual food. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചർ ബന്ധമായിട്ടുള്ള ബുക്സൊക്കെ വായിക്കാനായിരുന്നു അവനിഷ്ടം. ആൻഡ് ഹി ലൈക്ക്ഡ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ് ബട്ട് ഓൺലി the advertisement of land to be sold with a farmhouse, river, garden, mill and mill pond. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിയൻ ന്യൂസ് പേപ്പറൊക്കെ വായിക്കണ കാണും, പക്ഷേ ന്യൂസ് പേപ്പറിൽ കൂടി വായിക്കണത് എല്ലാ സ്ഥലത്തും ഈ ഫാം ഹൗസ് വിൽക്കുന്ന സ്ഥലമുണ്ടോ, അവിടെ അവിടെ റിവറും ഗാർഡനും മിൽ പൗണ്ടും അതൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കലാണ് നമ്മുടെ ഈ അനിയൻ്റെ പണി. ആൻഡ് ഹി വുഡ് ഡ്രീം ഓഫ് ഗാർഡൻ walls, flowers, fruits, nest, chirp in the pond, don't you know, and all the rest of it. അപ്പോൾ ചേട്ടൻ പറയാം, ഈ ഗ്രാമത്തിലുള്ള എല്ലാം അവൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും. This fantasies of his used to vary according to the advertisement he found, but somehow there was always a gooseberry bush in everywhere. ഇവിടെ എന്നിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ന്യൂസ് പേപ്പറിലും ഓരോ ദിവസം ഓരോ ഐഡിയാസ് ആവില്ല, അപ്പോൾ അവൻ്റെ ഐഡിയാസ് ഓരോ ദിവസം കൂടുന്തോറും മാറും. പക്ഷെ എപ്പോഴും ഒരു ഗൂസ്ബെറി ചെടി അവൻ്റെ ആ ഒരു ഡ്രീമിൽ ഉണ്ടാവുന്നു. ഗൂസ്ബെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക, ആ ഒരു നെല്ലിക്ക ചെടി അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നു. മനസ്സിലല്ല, അവൻ ഇങ്ങനെ വിചാരിക്കില്ലേ, നമ്മളാണെങ്കിലും ഇങ്ങനെ വിചാരിക്കും, ഈ ഒരു വീട് വെക്കണം. അപ്പോൾ അവനിങ്ങനെ ഒരു ഫാം ഹൗസ്, എന്തൊക്കെ സ്വപ്നം കണ്ടാലും ഏതൊരു ഫാം ഹൗസ് അവൻ സ്വപ്നം കണ്ടാലും അവിടെ ഒരു നെല്ലിക്ക ചെടി ഉണ്ടാവും. നോട്ട് എ ഹൗസ്, നോട്ട് എ റൊമാൻറ്റിക് സ്പോട്ട് കുഡ് ബി ഇമാജിൻ വിത്തൗട്ട് എ ഗൂസ്ബെറി ബുഷ്. ഇപ്പോൾ വീടാണെങ്കിലും ഇപ്പോൾ റൊമാൻറ്റിക് സ്പോട്ടാണെങ്കിൽ പോലും അവിടെ ഒരു നെല്ലിക്ക ചെടി ഇല്ലാണ്ട് അവന് പറ്റില്ല എന്ന്. Country life has its advantages. He used to say, you sit on the veranda drinking tea and your ducklings swim on the pond and everything smells good and these are gooseberries. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇങ്ങനെ പറയാണ്, കൺട്രി ലൈഫ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് അല്ലേ. നമ്മളിങ്ങനെ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് വരാന്തയിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നതും, നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ താറാവിൻ്റെ കുഞ്ഞു കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കുളത്തിലിരുന്നിട്ട് നീന്തണത് കാണാനും, പിന്നെ അവിടുത്തെ ഒരു സ്മെല്ലും, അതേപോലെ തന്നെ അവിടുത്തെ നെല്ലിക്കമരവും, അതൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഈ അനിയന് ഈ ഗ്രാമമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹി യൂസ്ഡ് ടു ലിവ്
മിയർലി ആൻഡ് നെവർ ഹാഡ് ഇനഫ് ടു ഈറ്റ് ആൻഡ് ഡ്രങ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയനില്ലേ വളരെ പിശുക്കനായിരുന്നു. അതാണ് മിജോർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശുക്കൻ. അപ്പോൾ പിശുക്ക് കാരണം ശരിക്കും ഭക്ഷണം പോലും കഴിക്കില്ലായിരുന്നു. ഡ്രസ്ഡ് ഗോഡ് നോസ് ഹൗ എക്സാക്ട്ലി ലൈക്ക് എ ബെഗർ. ഒരു പിച്ചക്കാരൻ്റെ പോലത്തെ ഡ്രസ്സായിരുന്നു എപ്പോഴും ഇട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾവേസ് സേവ്ഡ് ആൻഡ് പുട്ട് ഹിസ് മണി ഇൻ ദ ബാങ്ക്. പൈസ സമ്പാദിച്ച് ബാങ്കിൽ കൊണ്ടിടും. ഹി വാസ് ടെറിബിളി സ്റ്റിങ്കി. പക്ഷെ അത്ര പിശുക്കനായിരുന്നു. ഇറ്റ് used to hurt me to see him and I used to give him money to go away for a holiday but he would put that away too. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചേട്ടന് ഈ അനിയൻ ഇങ്ങനെയൊക്കെ ദരിദ്രാവസ്ഥയിൽ നടക്കണ കണ്ടപ്പോൾ അങ്ങനെയൊന്നുമില്ല, പൈസ കിട്ടണമെന്നൊക്കെ ബാങ്കിൽ കൊണ്ടിടാം. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പൈസ ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് ചേട്ടൻ പറയും നീ ഒന്ന് ടൂറൊക്കെ പോയിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് പറയും ഇനി അത് കുറേ കഴിഞ്ഞിട്ട് പോവാം, പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ പോകാമെന്ന് പറയും. വൺസ് എ മാൻ ഗെറ്റ്സ് എ ഫിക്സ്ഡ് ഐഡിയ ദർ ഇസ് നത്തിങ് ടു ബി ഡൺ. അല്ലേ, ഇപ്പം നമ്മൾ വിചാരിക്കണം അല്ലേ, ഇപ്പം നമ്മൾ ഇന്ന് പോകണമെന്ന് വിചാരിച്ചാൽ നമ്മളത് പോവും. അപ്പം നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം വിചാരിച്ചിട്ടുള്ള കാര്യം എന്തായാലും മാറ്റാൻ പറ്റില്ല എന്ന് ചേട്ടൻ പറയാം. Years passed. He completed his 14th year and was still reading advertisement in the papers and saving up his money. അപ്പോൾ 40 വയസ്സായി ഇവന്. അപ്പോഴും ഇവൻ ഇങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ട് പൈസയൊക്കെ ബാങ്കിൽ കൊണ്ടുപോയിടൽ തന്നെയായിരുന്നു അപ്പോഴും പണി. Then I heard he was married. പിന്നെ അവൻക്കൊരു കല്യാണം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. Still with the same idea of buying a farmhouse with a gooseberry bush, he married an elderly ugly widow. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും കല്യാണം കഴിച്ചിട്ട് അത്ര വർഷമായിട്ടുണ്ടെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ആഗ്രഹം പോകണ്ടായിരുന്നില്ല. ഒരു ഫാം ഹൗസും അവിടെ ഒരു നെല്ലിക്ക ചെടി വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു അത്ര ഭംഗിയൊന്നും ഇല്ലാത്തൊരു വിധവേനായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ് ഫോർ ഹെർ. ഇഷ്ടം പ്രേമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ആ ചേച്ചിൻ്റെ ആ ഒരു സ്ത്രീൻ്റെ പൈസ ഉണ്ടായിരുന്നു. വിത്ത് ഹെർ ഹീ സ്റ്റിൽ ലീവ്ഡ് സ്റ്റിങ്ലി. അവളുടെ അടുത്ത് പോലും നമ്മുടെ പിശുക്ക് കാണിച്ചിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റ് ഹെർ ഹാഫ് സ്റ്റാർവ്ഡ്. എന്ന് വെച്ചാൽ അവൾക്ക് ഭക്ഷണം പകുതിയെ കൊടുക്കുള്ളൂ പിശുക്കിയിട്ട്. ആൻഡ് പുട്ട് ദ മണി ഇൻ ടു ദ ബാങ്ക് ഇൻ ഹിസ് ഓൺ നെയിം. അപ്പോൾ അവൻ്റെ പേരിൽ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടും. മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ക്യൂർ ട്രിക്സ് വിത്ത് എ മാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മണി ഒരു വോഡ്കാൻ്റെ പോലെയാണ്. അത് നമുക്കറിയാലോ, വോഡ്ക കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഫീലാണ്, നമ്മുടെ തലയ്ക്കൊക്കെ മത്ത് പിടിക്കും. അതുപോലെയാണ് പൈസ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നേരെ പോയി സെക്കൻഡ് വീഡിയോ കണ്ടാൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ചേച്ചി എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കോട് ഒന്ന് അനുഭവം ചെയ്തേക്കുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസ് അപ്പോൾ അതിൽ നിനക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ചേച്ചി എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.